വെള്ളസാരിയും എടുത്ത് പാട്ടും പാടി വരുന്ന യക്ഷികളെക്കാളും ചോര കുടിക്കുന്ന ഡ്രാക്കുളയെക്കാളും നമ്മെ പേടിപ്പെടുത്തിയ ഒരുപാട് പ്രേതകഥകൾ ഉണ്ടായിട്ടുണ്ട്. സൂപ്പർ നാച്ചുറൽ എലമെന്റ്സിന്റെ സഹായത്തോടു കൂടിയും അല്ലാതെയും നമ്മെ പേടിപ്പെടുത്തിയ ഒരുപാട് ചിത്രങ്ങളുമുണ്ട്. അത്തരത്തിലുള്ളവയിൽ മികച്ച കുറച്ച് സിനിമകളെയാണ് ഞാൻ ഈ വീഡിയോയിൽ പരിചയപ്പെടുത്തുന്നത്. എല്ലാവരും കണ്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്ന സിനിമകളെ ഈ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. അധികം പോപ്പുലാരിറ്റി നേടാത്ത എന്നാൽ മസ്റ്റ് വാച്ച് ആയ 5 സിനിമകളാണ് ഈ വീഡിയോയിലുള്ളത്. ആദ്യത്തെ സിനിമ ദ ഓട്ടോപ്സി ഓഫ് ജെയിൻ ഡോയ്. 2016 റിലീസായ മിസ്റ്റീരിയസ് ഹൊറർ ചിത്രമാണ് ദ ഓട്ടോപ്സി ഓഫ് ജെയിൻ ഡോയ്. സംശയാസ്പദമായ സാഹചര്യത്തിൽ പോലീസിന് ലഭിച്ച ജെയിൻ ഡോ എന്ന് വിളിക്കപ്പെടുന്ന ഒരു പെൺകുട്ടിയുടെ പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന ടോമിക്കും മകൻ ഓസ്റ്റിനും നേരിടേണ്ടി വരുന്ന പ്രത്യാഘാതങ്ങളും അസാധാരണമായ സംഭവ വികാസങ്ങളുമാണ് സിനിമയിൽ പറഞ്ഞിരിക്കുന്നത്. കംപ്ലീറ്റ് ഹൊറർ മൂവി എന്ന് പറയാൻ കഴിയില്ലെങ്കിലും ഒരു മിസ്റ്ററി ഹൊറർ ത്രില്ലർ ഗണത്തിൽപ്പെടുത്താവുന്ന സിനിമയാണിത്. ഒരുപാട് ചോദ്യങ്ങളും സംശയങ്ങളും ബാക്കി വെച്ചുകൊണ്ടാണ് സിനിമ അവസാനിക്കുന്നതെങ്കിലും ജെയിൻ ഡോയുടെ മുഖവും മണിയടി ശബ്ദവും നിങ്ങളുടെ മനസ്സിൽ ആഴത്തിൽ പതിഞ്ഞു കിടക്കും. ദ വെയിലിംഗ്. 2016 റിലീസായ ഒരു സൗത്ത് കൊറിയൻ ഹൊറർ ചിത്രമാണ് ദ വെയിലിംഗ്. സൗത്ത് കൊറിയയിലെ ഒരു മലമ്പ്രദേശത്തുള്ള ഗ്രാമത്തിൽ ഒരു മിസ്റ്റീരിയസ് ഡിസീസ് സ്പ്രെഡ് ചെയ്യാൻ ആരംഭിക്കുന്നു. ഇത് കാരണം ഒരുപാട് പേർ കൊല്ലപ്പെടാനും തുടങ്ങുന്നു. അതേ ഗ്രാമത്തിൽ മലമുകളിൽ ഒരു ചെറിയ കുടിലിൽ പുതുതായി താമസം ആരംഭിച്ച ഒരു ജാപ്പനീസ് വൃദ്ധനിലേക്ക് സംശയങ്ങൾ നീളുന്നു. തുടർന്ന് നടക്കുന്ന കാര്യങ്ങളാണ് ഈ സിനിമയുടെ കഥ. വലിയ സൂപ്പർ നാച്ചുറൽ എലമെന്റ്സ് ഒന്നും തന്നെ ഇല്ലാതെ വളരെ ബ്രില്യൻ്റ് ആയി കഥ പറയുന്ന ഒരു ഹൊറർ ചിത്രമാണിത്. സൗത്ത് കൊറിയയിലെ മികച്ച സിനിമകളുടെ പട്ടികയിൽപ്പെടുത്താവുന്ന ഒരു ചിത്രം കൂടിയാണ് ദ വെയിലിംഗ്. കാണാത്തവർ തീർച്ചയായും കാണാൻ ശ്രമിക്കുക. മികച്ചൊരു സിനിമ അനുഭവം തന്നെ നിങ്ങൾക്ക് ലഭിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഗെറ്റ് ഔട്ട്. 2017 റിലീസായ ഹൊറർ ത്രില്ലർ ചിത്രമാണ് ഗെറ്റ് ഔട്ട്. കറുത്ത വർഗ്ഗക്കാരനായ ഫോട്ടോഗ്രാഫർ ക്രിസ് വാഷിംഗ്ടൺ അദ്ദേഹത്തിന്റെ വൈറ്റ് ഗേൾഫ്രണ്ടായ റോസിന്റെ പാരന്റ്സിനെ മീറ്റ് ചെയ്യാൻ ആരംഭിക്കും. അങ്ങനെ അവർ അവരുടെ വീട്ടിൽ ഒത്തുകൂടുന്നു. പിന്നീട് ആ വീട്ടിൽ നടക്കുന്ന സംഭവങ്ങളാണ് സിനിമയുടെ കഥ. ഹൊറർ സിനിമയ്ക്കുള്ള ഒരുപാട് അവാർഡുകൾ നേടിയ ചിത്രം കൂടിയാണ് ഗെറ്റ് ഔട്ട്. തുമ്പാട്. 2017 പുറത്തിറങ്ങിയ ഒരു ഹിന്ദി ഫാന്റസി ഹൊറർ മൂവിയാണ് തുമ്പാട്. ഒരു ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കുവാൻ വെള്ളസാരിയോ ഹോളിവുഡിൽ കാണുന്ന മുഖങ്ങളോ ഒന്നും വേണ്ട എന്ന് തെളിയിച്ചെന്ന ചിത്രമാണിത്. മഹാരാഷ്ട്രയിലെ തുമ്പാട് എന്ന ഗ്രാമത്തിൽ 3 തലമുറകളായി നൂറ്റാണ്ടുകൾക്ക് മുമ്പെയാണ് കഥ നടക്കുന്നത്. മനുഷ്യന്റെ ആർത്തിയുടെ പരിണിത ഫലങ്ങളാണ് തുമ്പാട് നമുക്ക് കാണിച്ചു തരുന്നത്. പുരാണങ്ങളോളം മുത്തശ്ശി കഥകളോളം നമ്മെ ആകാംക്ഷയുടെ ഭീതിയുടെ മുൾമുനയിൽ നിർത്തുന്ന കഥകളുള്ളപ്പോൾ മറ്റൊരു പ്രേതപടങ്ങളും അന്വേഷിച്ചു പോവേണ്ട കാര്യമില്ല. അധികം ആളുകളും ചിത്രം കണ്ടിട്ടുണ്ടാകുമെങ്കിലും കഥയെക്കുറിച്ചോ കഥാപാത്രത്തെക്കുറിച്ചോ ഏത് രീതിയിലുള്ള പരാമർശങ്ങളും ഇനി ചിത്രം കാണാൻ പോകുന്ന ഒരാളുടെ ആസ്വാദനം കുറയ്ക്കുമെന്നുള്ളത് കൊണ്ട് അതിന് മുതിരുന്നില്ല. കണ്ടറിയേണ്ട ഒരു വ്യത്യസ്തമായ ദൃശ്യാനുഭവമാണ് തുമ്പാട്. ബാക്ക്ഗ്രൗണ്ട് സ്കോറൊക്കെ അതിഗംഭീരമെന്നേ പറയാൻ കഴിയും. അടുത്ത സിനിമ ലൈറ്റ്സ് ഔട്ട്. 2016 പുറത്തിറങ്ങിയ ചിത്രമാണ് ലൈറ്റ്സ് ഔട്ട്. നമ്മൾ ഇതുവരെ കണ്ടിട്ടുള്ള ഹൊറർ ചിത്രങ്ങളിൽ നിന്നും വളരെ വ്യത്യസ്തമായി കഥ പറഞ്ഞിട്ടുള്ള ഒരു സിനിമയാണ് ലൈറ്റ്സ് ഔട്ട്. ഇതിന്റെ കഥയെക്കുറിച്ച് കൂടുതലായി ഒന്നും തന്നെ പറഞ്ഞ് സ്പോയിലർ ആക്കുന്നില്ല. ഒരു വീടിനകത്തുണ്ടാകുന്ന സൂപ്പർ നാച്ചുറൽ ഒക്കുറൻസ് ആണ് മെയിൻ തീം. കഥയേക്കാൾ ഉപരി മികച്ച ഒരു സിനിമ അനുഭവം സമ്മാനിക്കാൻ കഴിയുന്ന ചിത്രമാണ് ലൈറ്റ്സ് ഔട്ട്.